കണ്ണ് കാണാൻ വയ്യ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ കാണാൻ പറ്റാത്ത അത്ര. നമ്മളിപ്പോൾ നിൽക്കുന്നത് നാമക്കലാണ്. നാമക്കൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാവിലെ തൊട്ട് ചാറ്റൽമഴയാണെന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളവർക്കറിയാം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറയാറുണ്ടായിരുന്നു, ഒരു ദുരിതം പിടിച്ച യാത്രയായിരുന്നു വീട്ടിൽ നിന്ന് നാമക്കൽ വരെയുള്ള യാത്ര. ഇന്ന് രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, കോടമഞ്ഞുണ്ട്. നമുക്കിപ്പോൾ കൊല്ലി ഹിൽസിലോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് രാവിലത്തെ ഈ ഒരു വ്യൂ എന്ന് പറയുന്നൊരു അന്യായമാണ് കേട്ടോ. വ്യൂ അല്ല, ആ ഒരു ഫീല്, ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, അന്തരീക്ഷം നമുക്ക് കാണുമ്പോൾ അറിയാം. ഒരു ഗ്രാമീണമായൊരു പ്രദേശമാണ് കേട്ടോ. ഒരു സൈഡിലാണെങ്കിൽ ഈ ചെടികളും കാര്യങ്ങളും കൃഷി സാധനങ്ങളും. ഇവനെന്ത് കാണിക്കുന്നു മാങ്ങാണ്ടി തലേ പന്ന കൃഷി സാധനങ്ങളും, പിന്നെ ചെറിയ ചെറിയ വീടുകളും കോളനി പോലുള്ള ഏരിയാസും. നമുക്ക് എന്താ പറയാ, അതിൻ്റെ കൂടെ ഈ ചെറിയ ഇളം തണുപ്പല്ല, ഇച്ചിരി കട്ടയ്ക്ക് തണുപ്പുണ്ട്. അതും ഈ ഒരു കോടമഞ്ഞ്, റോഡ് മൊത്തത്തിൽ ഈ കോടമഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. കോടമഞ്ഞല്ല, ചെറിയ രീതിയിലുള്ള മഞ്ഞ്, ഒരു ആംബിയൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് കുളിച്ച് ഫ്രഷായി ഈ ഒരു ആംബിയൻസിൽ ഒരു മീഡിയം സ്പീഡിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഒരു 1.5 ഫീലാണ്. അപ്പം നമുക്ക് കൊള്ളി ഹിൽസിലോട്ട് പോകാം. ഇവിടുന്ന് ഏകദേശം 54 കിലോമീറ്റർ ഉണ്ട്. 1.5 മണിക്കൂറാണ് കാണിക്കുന്നത്. റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ 1.5 മണിക്കൂറൊക്കെ നമ്മൾ 3/4 മണിക്കൂറാക്കി കാറ്റിൽ പറത്തിക്കളയും. ഈ റോഡ് പറ്റത്തില്ല. ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് വന്ന അതേപോലെ റോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൊളിക്കാം. ചോള കൃഷി ഉണ്ടോ? ചോള കൃഷി ഇവിടുത്തെ ചോളം കേട്ടോ. ആ ലെഫ്റ്റ് സൈഡ് മൊത്തം ചോളമാണ് കേട്ടോ. ഇത് മൊത്തം ഇവിടെ ചോളമാണ്. ചോളത്തിന്റെ പേരിയുടെ സ്ഥലമാണെന്ന് തോന്നുന്നു നാമക്കൽ. ചോളത്തോട്ടം ഞാൻ ആദ്യമായിട്ട് കേട്ടോ ചോളത്തോട്ടം കാണുന്നത്. കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ചോളം ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണാം. എൻ്റെ മോനെ, വെള്ളക്കൊക്കുകൾ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ഒരു കൂട്ടം വെള്ളക്കൊക്കുകൾ ഓപ്പറയ്ക്കകത്ത് കിട്ടത്തുമില്ല. ഒരു DSLR വല്ലതും മേടിക്കണം. ഇവിടെയൊക്കെ നിർത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ സിനിമാറ്റിക് മോഡിലൊക്കെ വീഡിയോ എടുക്കണം. ആശാനെ വട്ടം ചാടരുത്. റോഡൊക്കെ നനഞ്ഞു കിടക്കുകയാണല്ലോ കോപ്പ്. ഇന്നും മഴയാണെങ്കിൽ ഞാൻ ഓടിക്കില്ല അതിന്. കൊള്ളിമല അങ്ങോട്ടാണല്ലോ കാണിക്കുന്നത്. അത് ബൈപ്പാസ് റോഡാണോ ഭഗവാൻ? ഇവൻ എന്നെ വഴി തെറ്റിച്ചെന്നാണ് തോന്നുന്നത്. കള്ള നായിൻ്റെ മോൻ മാപ്പ്. ബൈപ്പാസ് റൂട്ട് കാണിച്ചില്ലല്ലോ. ഇങ്ങോട്ട് ചോദിച്ചു നോക്കാം. അണ്ണാ, കൊള്ളിമല ആ റോഡ് പോകാൻ പറ്റുമോ? ആ റോഡ് ഇതിലെയാ എളുപ്പം? ഇതാ ഓക്കെ. പുള്ളി പറഞ്ഞ് ഇതിലേ പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ആ റോഡ് എന്തെങ്കിലും പ്രശ്നം കാണും, അതുകൊണ്ടായിരിക്കുമല്ലോ മാപ്പ് കാണിക്കാത്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കുറേ അടുത്തെത്തിട്ട് കാണിക്കാം. നല്ല റോഡാണെന്ന് പറഞ്ഞ് കയറിയതാണ്, പക്ഷെ അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ സൈഡിലൊക്കെ കടകളുണ്ട്. റഷ് ചെയ്ത് കഴിഞ്ഞാലേ തമിഴ്നാടാണ്. നമ്മുടെ നാട്ടിനേക്കാളും ചില സ്ഥലത്തൊക്കെ ഡേഞ്ചറസ്. ഇവന്മാരെ കണ്ണും മൂക്കും എല്ലാം എടുത്ത് ചാടിക്കളയും. നമ്മളുടെ എയർ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ എല്ലാ പമ്പിലും അടിക്കത്തില്ല. ഇവിടെ ആടിനെയാണ് പട്ടീനെയാണ് തല്ലിക്കൊന്നിട്ടേക്കുന്നത്. ആടിനെയാന്ന് തോന്നുന്നു തലയർത്തിട്ടേക്കുന്നത്. ചുറ്റും പട്ടികളും ഇരിക്കുന്നു. ആട്ടിറച്ചി കടയായിരിക്കും. ആടിനെ തല്ലിക്കൊന്നിട്ടേക്കുന്നത്. തല്ലിക്കൊന്നല്ല, തലവെട്ടിയിട്ടേക്കുന്നു. എയർ അടിച്ചു തരുമെങ്കിൽ നമുക്കായിട്ട് അടിക്കാം. നോക്കട്ടെ എന്തുവാന്ന്. പാർക്കിംഗ് ആണോ? ലേറ്റാവും. ഇവിടെ ലേറ്റാവുമൊന്നുമില്ല. തുടങ്ങി ചാറ്റൽ മഴ. ചെറിയ രീതിയിൽ ചാടുന്നുണ്ട്. ദുരന്തമെന്ന് പറഞ്ഞാലും പോരാ, ദുരന്തം. മഴയാണല്ലോ ആശാനെ. കണ്ട ആടിനെ, ഒരു കൂട്ടം ആട്. നമ്മുടെ നാട്ടിൽ ബ്രോയിലർ കോഴി അടുത്ത് വെക്കുന്നല്ലോ, അവിടെ ആടിനെ പബ്ലിക്കായിട്ടിട്ടാണ് വെട്ടുന്നത് കേട്ടോ. കൊള്ളാം എന്തായാലും. ആടിനെയൊക്കെ പബ്ലിക്കായിട്ടിട്ട് വെട്ടുന്ന നോക്കിക്കോണേ. ഇന്നത്തെ ദിവസം ഒരുമാതിരി മൂഞ്ചസിയാണെന്ന് എനിക്ക് തോന്നുന്നത്.
ഭഗവാനേ കൃഷ്ണനാരായണ മുകുന്ദ ജനാർദ്ദന, മഴയൊന്നും പെയ്യല്ലേ. ഇന്നലത്തോടെ എനിക്ക് മതിയായി. ആ നേരെ കാണുന്ന ആയിരിക്കണം കൊല്ലി ഹിൽസ്, അതായിരിക്കണം ചുരം. 44 കിലോ. എൻ്റെ മോനെ, എൻ്റെ മോനി. അയ്യോ, അപ്പോൾ എങ്ങനെ വണ്ടി നിർത്തി 2 ഫോട്ടോ എടുക്കാതെ പോയാലേ ദൈവകോപം ഉണ്ടാവും, ദൈവകോപം. ഇതൊക്കെ കാണാനല്ലേ നമ്മൾ ഓടിപ്പടച്ച് അവിടെ നിന്ന് ഇവിടം വരെ വന്ന് ഇവിടെ നിന്ന് വണ്ടി ഒതുക്കിയിട്ട് തന്നെ കാര്യം. ഇതുമാതിരി തൊലിഞ്ഞ പരിപാടിയായിപ്പോയി. ഇതേ വേറെ ഏതാണ്ട് മണ്ണ. പുറകെ കിടന്ന ബാഗൊക്കെ എടുത്ത് ഫ്രണ്ടിലിട്ട ആശാൻ മാറി മാങ്ങാടുത്തലയാ. അവനെ കയറി പോകത്തില്ല. അവന്മാര് വീഡിയോ എടുക്കാണ്ടിരിക്കുക. ഞാൻ ഇന്ന് റോഡിനിടയ്ക്ക് കുത്തിയിരിക്കുന്നതെന്ന് ആലോചിച്ച്. പക്ഷെ ആ R15 വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയിരുന്നേ. അവിടെ 2-3 ടീംസ് പോകുന്നു. നമുക്ക് നൈസായിട്ട് കയറി പോവാം. അവന്മാര് നിരന്ന് പിടിച്ച് പോവുക. എവിടെ പോവാന്ന് ആർക്കറിയാം. ഈ വളവ് കഴിഞ്ഞിട്ട് കയറിപ്പോ. കുഴപ്പമില്ല, വലിയ വളവൊന്നുമല്ല. ഓ മൈ ഗോഡ്, മാപ്പ് നോക്ക് ഗൈസ്, ഗൈസ് മാപ്പ് നോക്ക്, മാപ്പ് നോക്ക്, മാപ്പ് നോക്ക്. പൊളിച്ച് 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 പൊളിച്ച്. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഈ റോഡാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഓ ഫ്രണ്ടിലോട്ട് നോക്ക്, മാപ്പ് നോക്ക്, മാപ്പ് നോക്ക്. എനിക്ക് വയ്യ. ഇതാണ് കൊല്ലി ഹിൽസ്. ഞാൻ അന്നെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൊല്ലി ഹിൽസിലോട്ട് പോകുന്നുണ്ടെന്ന്. പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ കൊല്ലി ഹിൽസിന് തൊട്ട് താഴെ നിൽക്കുകയാണ്. അങ്ങനെ ഞാനും എൻ്റെ ബൈക്കും കൊല്ലി ഹിൽസ് കീഴടക്കാൻ പോവുകയാണ്. ഇവിടെ കുറച്ച് ലോക്കൽ റൈഡേഴ്സ് ഉണ്ട്. ലോക്കൽ റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പരിസരത്തൊക്കെയുള്ള റൈഡേഴ്സ് ഉണ്ട്, ഒരുപാട് ദൂരത്തല്ലാതെ. കാരണം അവരാണ് നിൽക്കുന്നത്. അവരും കൊല്ലി ഹിൽസിലോട്ടാണ് ഈ നിൽക്കുന്ന ടീംസ്. അങ്ങനെ നമ്മൾ കൊല്ലി ഹിൽസിൻ്റെ എൻട്രൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കളി കാര്യമാകും.